നിർണായക KPCC നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അതിക്രമവും നേതാക്കൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും യോഗത്തിൽ ചർച്ചയാകും. വയനാട് കോൺഗ്രസിലെ വിവാദങ്ങളും യോഗം വിശകലനം ചെയ്യും. നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് യോഗം വിളിച്ചു ചേർത്തത്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം, വയനാട് കോൺഗ്രസിലെ വിഷയങ്ങൾ, NDFHനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാന അജണ്ടയാകും യോഗത്തിൽ? റോഷിയാര്യ, ഈ കോൺഗ്രസിനകത്ത് പുകയുന്ന വിവാദങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അടക്കം അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ KPCCയുടെ യോഗമാണ്. നേരത്തെ ഓൺലൈൻ യോഗങ്ങൾ നടന്നപ്പോൾ അവിടെ വിവാദ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. നേതാക്കൾ തമ്മിൽ കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാറായിരുന്നു കുറച്ചു ദിവസമായി. പക്ഷേ ഈ യോഗത്തിൽ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വളരെ വിശദമായ വിശകലനത്തിലേക്ക് കടക്കും. പക്ഷേ പ്രധാന അജണ്ട തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവും SIR നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എങ്ങനെ തടയണം, അതിനെതിരെ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉയർത്തണം, സംസ്ഥാന സർക്കാരിനെതിരെ സംഘടിപ്പിക്കേണ്ട പ്രതിഷേധ പരിപാടികൾ എന്തൊക്കെ, അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. പക്ഷേ ഇവിടെ വിവാദം സ്വാഭാവികമായും ചർച്ചയാകും. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ കോൺഗ്രസിന്റെ സൈബർ വിഭാഗം തന്നെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതടക്കം വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ രൂക്ഷമായ വിമർശനം കൂടി KPCC നേതൃത്വം ഏറ്റുവാങ്ങേണ്ടി വരും. പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് വയനാട് വിവാദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പാളിച്ച നേതൃത്വത്തിന് പറ്റിയെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അവിടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി PM നിയാസും ഒപ്പം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനും യോഗത്തിൽ വിശദീകരിക്കും.